നേരത്തെ ആരോ പറഞ്ഞു ചിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ചിരിച്ചില്ല എന്നുള്ള പരാതി പറയാൻ പാടില്ല. ഇനി നിങ്ങൾക്കെല്ലാവർക്കും ഈ അടുത്ത് എൻ്റെ ഒരു CD ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഓടപ്പഴം. അത് തന്നെ. അപ്പം നമുക്ക് എന്തായാലും ആ ഓടപ്പഴം പോലുള്ള പെണ്ണിനെ കുറിച്ച് ആ ഗാനം നമ്മൾക്ക് കേൾക്കാം. ഓക്കെ. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഇന്നു നിന്റെ വീട്ടിലെ കല്യാണാലങ്കാരം ഇന്നെന്റെ വീട്ടിലെ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓട്ടുന്ന വണ്ടിയിലോ കിട്ടുന്നോരായാസം നിന്നെ കുറിച്ചുള്ളതായിരുന്നു. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കാണും ചുമരുമേ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രമായും. കാണും ചുമരുമേൽ ചിത്രം വരച്ചാലോ പുതുമഴ പെയ്യുമ്പോൾ ചിത്രമായും. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി.
മുതിരയ്ക്കോ മധുരില്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. കുതിരയ്ക്കോ കൊമ്പില്ല, മുതിരയ്ക്കോ മധുരില്ല, പച്ചില പാമ്പിനോ പത്തിയില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, ഇണയിൽ മീട്ടാത്ത രാഗമില്ല. ഉപ്പുമുളക്കില്ല, പാലിനോ കയ്പില്ല, ഇണയിൽ മീട്ടാത്ത രാഗമില്ല. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. കൂടപ്പുഴാകെ അലഞ്ഞോ നാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴാകെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനും മുമ്പായി കുച്ചാണ്ട് പാടാട്ടോ പാടാം. ഞാനും മിമിക്രിയിൽ നിന്ന് വന്ന ഒരു കലാകാരനാണ്. മലയാള സിനിമയ്ക്ക് സൗന്ദര്യം വേണ്ട എന്ന് തെളിയിച്ച രണ്ട് കലാകാരന്മാരാണ്. ഒന്ന് ശ്രീനിവാസൻ ചേട്ടനും പിന്നെ ഒന്ന് ഞാനും. പക്ഷെ എനിക്കിപ്പോൾ ഈ ഇടക്കാലം വെച്ച് കുറച്ച് നിറം വെച്ചിട്ടുണ്ടല്ലേ? ശരിയാ. മറ്റേത് എന്തോ ഒരു ആളെ ഞാൻ ഇങ്ങനത്തെ ഷർട്ട് ഇട്ടുകൊണ്ട് വരാൻ കാരണം എൻ്റെ ഉള്ള വെളുത്ത സ്ഥലം നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ കറുത്ത ഷർട്ട് ഇട്ടിട്ട് വരുന്നത്. ഈ മിമിക്രി എന്ന് പറയുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് മിമിക്രി എന്ന് മലയാള സിനിമയിലേക്ക് എത്തിയത്. പക്ഷെ ഇന്നിവിടെ നമുക്ക് മിമിക്രി കളിക്കാം. ഞാൻ ആദ്യമായിട്ട് മിമിക്രി കളിച്ചത് ഒരു ആന നടക്കണതാ. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ആന, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. ആനയുടെ ബാക്ക് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എൻ്റെ ബാക്ക് എങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തായാലും നിങ്ങൾ തീരുമാനിക്കും, ഒരു ആന നടക്കണത് കാണിക്കാം. അപ്പൊ ഏകദേശം ആനയുടെ ബാക്ക് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും സന്തോഷമായി.